തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൊട്ട് നമ്മളാരും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് കാണുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നപ്പോൾ അപ്രതീക്ഷിത കാഴ്ചകൾ വീണ്ടും കൂടി. എന്തൊക്കെയാണ്, സ്ഥാനാർത്ഥിനെ അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു, ചുവരെഴുത്ത് മായ്ക്കുന്നു, വീണ്ടും എഴുതുന്നു, അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പും. ശരിക്കും പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരൊക്കെ ഒരു ആഘോഷ ലഹരിയിലാണ്. പക്ഷെ വേദന കടിച്ചമർത്തി ചിരിച്ചുകൊണ്ട് നിന്ന് ആഘോഷിക്കേണ്ട അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സങ്കടം നിറഞ്ഞ അവസ്ഥയിലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തൃശ്ശൂരിക്ക് പോയാൽ മതി. സ്വപ്നങ്ങൾ തകർന്ന് ഏകനായിരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കാണാം. കഴിഞ്ഞ ദിവസം വരെ എന്തായിരുന്നു ആ മുഖത്ത് സന്തോഷം? കളിയും ചിരിയായി പോസ്റ്റർ ഒട്ടിക്കുന്നു, ഫ്ലെക്സ് അടിക്കുന്നു, നോട്ടീസുകൾക്ക് വേണ്ടി പുതിയ പുതിയ ഫോട്ടോകൾ എടുക്കുന്നു. ഒക്കെ വെറുതെ ആയില്ലേ? പ്രതാപേട്ടന്റെ കാര്യത്തിൽ പത്മജ BJP-യിലേക്ക് പോയതിനേക്കാളും വലിയ തിരിച്ചടിയായി പോയില്ലേ ഇത്? ഹൈ, മുരളീധരേട്ടനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ തൃശ്ശൂര്? എന്നാ പ്രതാപേട്ടന് വേറെ ഏതെങ്കിലും മണ്ഡലം കൊടുത്തോ? അതും ഇല്ല. പാവം, കണ്ട സ്വപ്നങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണില്ലേ? രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയതാ. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടി തളരൂല, TM പ്രതാപനും തളരൂല. മുരളീധരേട്ടന് വേണ്ടി പ്രതാപം വോട്ട് ചോദിക്കും. ഞങ്ങളുടെ പ്രതാപേട്ടന് ഒരു സങ്കടവും ഇല്ല. എന്തിനാ വിഷമിക്കണേ, അല്ലേ പ്രതാപേട്ട? ഞാൻ മത്സരിച്ചാലും ഞാൻ തൃശ്ശൂർ ജയിക്കും. എന്നേക്കാൾ മികച്ച ജയം കെ മുരളീധരൻ ജയിക്കും തൃശ്ശൂർ. ഒരു സംശയം വേണ്ട. നിങ്ങൾ കാത്തിരുന്നു 24 ഈ ക്ലിപ്പിംഗ്സ് എടുത്തു വെച്ചോ. എന്നിട്ട് കൗണ്ടിങ് കഴിഞ്ഞ് അന്ന് ഈ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണിച്ചേക്ക്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേ പ്രതാപേട്ടന് വേണ്ടി തൃശ്ശൂർ ചോരെടുത്ത് തുടങ്ങി. നേതൃത്വം ഇടപെട്ട് അത് മായ്പിച്ചു. പിന്നെ പറഞ്ഞു എല്ലായിടത്തും സിറ്റിംഗ് MP-മാരെ എന്നെ മത്സരിച്ചാൽ മതിയെന്ന്. അപ്പം മായ്പിച്ച അതേ സ്ഥലത്ത് വീണ്ടും ചോരെഴുതാൻ തുടങ്ങി. പിന്നെ പറയുന്നു തൃശ്ശൂർ കെ മുരളീധരനായിട്ട് മത്സരിക്കണമെന്ന്. TM പ്രതാപൻ ഇത്തവണ സീറ്റേ ഇല്ലയെന്ന്. ഇതൊക്കെ ഞങ്ങളുടെ പ്രതാപേട്ടൻ എങ്ങനെ സഹിക്കുക? മുരളീധരേട്ടൻ തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് ആര് വടകരയിൽ മത്സരിക്കും? നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾ. ആരാ? സാക്ഷാൽ ഷാഫി പറമ്പിൽ. ഷാഫി രാത്രി എന്നെ വിളിച്ച് ഫോണിൽ കൂടെ കരച്ചതാണ്. ഷാഫി പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ വടകരക്കില്ല, ഒന്ന് ഡൽഹിയിലേക്ക് പറയണം, എന്നെ ഒഴിവാക്കണം. ഷാഫി പറമ്പിൽ കരഞ്ഞോ? ഈ മീശ വെച്ചിന് കരയിലട വെള്ളം വീണ് ഇനി അത് വളരും. രാഘവേട്ട തളർത്തല്ലേ, മാറ്റി പറയേ. ഷാഫി പറമ്പിൽ കുറച്ച് ആത്മവിശ്വാസം കൊടുക്കുന്നേ. ഷാഫി എഴുതി വെച്ചു. ഷാഫി 2 ലക്ഷം ഭൂരിപക്ഷം എഴുതി വെച്ച 2 ലക്ഷം. അങ്ങനെ പറയേ. ഹോ, ഇപ്പഴ ശ്വാസം നേരെ വീണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഷാഫി ചേട്ടന്റെ അഭിമാനം എന്തായിരുന്നു? അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത ആളുടെ വരവ്. സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 2 എണ്ണമായിരുന്നു. പക്ഷേ സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ് ചെയ്തതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം കേരളത്തിൽ. യെസ്, പട്ടികയിൽ 15 പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു പോയി എന്നാണ് ഷമ മുഹമ്മദ് പറയുന്നത്. കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെ ഒന്ന് തീരുമ്പോ അടുത്തത് നേതൃത്വത്തിനോടുള്ള പരാതിയായിട്ടാണോ ഷമേച്ചി പറയണത്? പരാതിയല്ല, ഞാൻ അപേക്ഷിക്കാന്ന് എൻ്റെ നേതാവുകളോട്. ഈ വനിതാ പ്രാതിനിധ്യം നമുക്ക് വേണം. വനിതകളെ വോട്ട് വേറെ സ്ഥലത്താണ് പോകുന്നത്, വേറെ പാർട്ടിയിലാണ് പോകുന്നത്. അത് തിരിച്ചെടുക്കണമെങ്കിൽ വനിതാ പ്രാതിനിധ്യം, വെറുതെ വനിതകളെ വോട്ട് എങ്ങനെ കിട്ടും? നമ്മൾ KPCC പ്രസിഡന്റ് സുധാകരൻ ഇതൊക്കെ കേൾക്കണ്ടല്ലോ അല്ലേ? അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിന്റെ ആരുമല്ല. ക്ഷമ കോൺഗ്രസിന്റെ ആരുമല്ലെന്നാ? ഒരു ACC വക്താവിനെ കുറിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി സുധാകരൻജി? പോട്ടെ, ഷമ മുഹമ്മദ് കോൺഗ്രസിന്റെ നാഷണൽ മീഡിയ പാനലിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചാനലുകളിൽ ഇരുന്നിട്ട് എത്ര വാദിച്ചിട്ടുള്ളതാണ് പാവം. ഒറ്റയടിക്ക് ഷമ ഞങ്ങളുടെ ആരും അല്ലാന്ന് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല സുധാകരൻജി? അങ്ങനെ അങ്ങോട്ട് ഷമേനെ കറിവേപ്പിലാക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. എന്തെങ്കിലും രീതിയിൽ തിരിച്ച് പ്രതികരിച്ചിട്ട് തന്നെ കാര്യം. AICC വക്താവ് എന്ന് പറഞ്ഞിട്ട് ഷമ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെങ്കിലും സുധാകരൻജി അറിയട്ടെ കോൺഗ്രസിൽ ആരാണ് ഷമ മുഹമ്മദ് എന്ന്. അല്ല പിന്നെ അല്ല സതീശേട്ടാ, ക്ഷമ പറഞ്ഞതിലൊരു കാര്യമില്ലേ? ഒരു വനിതാ സ്ഥാനാർത്ഥിനെയല്ലേ ഇത്തവണ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ക്ഷമ അത് പറയുമ്പോ ക്ഷമേനെ തള്ളി പറയണത് ശരിയാണോ? ഷമ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണ്.
ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. വിഷമുണ്ട്, ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇവിടെ ആണുങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിട്ട് മതി സ്ത്രീകൾ, കേട്ടല്ലോ. എനിക്ക് കൂടി, ഞങ്ങൾക്ക് എല്ലാവർക്കും നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യമാണ്. വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. ഒരു മിനിറ്റ് സതിചേട്ടൻ അവസാനം എന്തിട്ടാ പറഞ്ഞേ? അവര് പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. ക്ഷമ ചേച്ചി ഇനി ഒന്നും പുറത്ത് പറയില്ല. പാർട്ടിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുക, മനസ്സിലായല്ലോ. നല്ല സുധാകരൻജി ക്ഷമയ്ക്കെതിരെ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ ലക്ഷ്യം ഉണ്ടാക്കുക. അതാ പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നും അല്ല പറഞ്ഞത്. പ്രസിഡന്റ് ആ രീതിയിലല്ല. ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. അവർ ഒരു കാര്യവും അവർ പരസ്യമായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല. അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു. ഒരു പാവം കുട്ടിയാണത്. നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് പറയണം? പാവം ഒറ്റോടാ, എന്തൊരു വാത്സല്യം, എന്തൊരു കരുതല്. എതിർത്ത് സംസാരിക്കുമ്പോ ഇതൊക്കെ പെട്ടെന്ന് കാണാണ്ടാവൂലോ സതിചേട്ടാ. ആരത്? ക്ഷമയെ സ്വാഗതം ചെയ്യുന്നു. ക്ഷമയോടൊപ്പം കോൺഗ്രസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ രമ്യ ഹരിദാസനെ വരെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യും. മോളെ ക്ഷമേ, നിനക്ക് കോൺഗ്രസിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണോ? എന്നാ BJP-യിലേക്ക് ചെല്ല്. കോൺഗ്രസ് നേതാക്കൾക്കായി BJP-യുടെ വാതിലുകൾ എന്നും തുറന്നിട്ടിരിക്കുകയാണ് മക്കളെ. നിങ്ങളെല്ലാവരും ചെല്ലുന്നതും കാട്ട് നമ്മുടെ ജിമാരെല്ലാരും കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താവും അടുത്ത പ്രശ്നം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാവും കോൺഗ്രസ് നേതാക്കൾ. ഏതായാലും ഇതെല്ലാം രാജ്യത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരിതൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.